ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. പാട്രിയറ്റ്, മഹേഷ് നാരായണന്റെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച സിനിമ. അത് ഇപ്പോൾ OTTയിൽ C5-ലുണ്ട്. തിയേറ്ററിൽ വെച്ച് കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. വലിയ ആവേശത്തോടു കൂടിയൊക്കെ ഇറങ്ങിയെങ്കിലും ഇത് തിയേറ്ററിൽ ഈ സിനിമ ഒരു വലിയ പരാജയമായി മാറി. എന്തുകൊണ്ടായിരിക്കാം ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടത് എന്നായിരുന്നു OTTയിൽ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത്. തിയേറ്റർ കാഴ്ചയും വീട്ടിലിരുന്നു കൊണ്ട് TV-യിലുള്ള കാഴ്ചയും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാനായിട്ട് ഒരുങ്ങിയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് കാണുമ്പോൾ അത് നമ്മുടെ ഒഴിവ് സമയത്തുള്ള അത്രമാത്രം ശ്രദ്ധയൊന്നും കേന്ദ്രീകരിക്കാതെയുള്ള ഒരു കാഴ്ചയാണ് സിനിമ കാഴ്ച എന്നത്. അതിനിടയിൽ നമ്മൾ പലപ്പോഴും സിനിമയിൽ നിന്ന് മാറി മറ്റു പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടായിരിക്കാം മമ്മൂട്ടി നായകനായ, മോഹൻലാൽ ഒരു നല്ലൊരു റോൾ ചെയ്ത, ഫഹദ് ഫാസിലും കുഞ്ചാക്ക ബോബനും നയൻതാരയും ഒക്കെ അഭിനയിച്ച സൂപ്പർ മെഗാസ്റ്റാർ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര ഓളം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? 3 മണിക്കൂർ ദൈർഘ്യമുണ്ട് ഈ സിനിമയ്ക്ക്. 3 മണിക്കൂർ എന്ന് പറയുന്നത് പഴയ കാലത്തെല്ലാം കാണികളെ കൂടുതൽ കിട്ടുന്നതിനൊരു കാരണമായിരുന്നു. 18 റീലും 20 റീലും ഒക്കെ ഉള്ള സിനിമകൾ കാണികളെ കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിച്ചിരുന്നു. കാരണം കൂടുതൽ സമയം അവർക്ക് അക്കാലത്ത് സിനിമ കാണാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. മറ്റ് വിനോദോപാധികളൊന്നും ഇല്ലാത്ത ആ സമയത്ത് സിനിമ കാണുക എന്നത്, അതും കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എന്നാൽ കാലം മാറി. ഇന്ന് സിനിമ എന്നത് ഒരു പ്രേക്ഷകന്റെ ഒരു ഏക വിനോദോപാധിയൊന്നുമല്ല. അവന്റെ കയ്യിൽ തന്നെ അവൻ എത്ര നേരവും കാണാനുള്ള കാഴ്ചകളുടെ ഭണ്ഡാരം തന്നെ ഇരിക്കുന്നുണ്ട് ഫോൺ. മാത്രമല്ല, ഇന്ന് റീലുകളുടെയൊക്കെ കാലമാണ്. എത്ര കൂടുതൽ പറയുക എന്നുള്ളതല്ല, എത്ര കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഈ റീലുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു പ്രേക്ഷകന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഒന്നിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ദൈർഘ്യം പോലും ഇപ്പോൾ 2 മണിക്കൂറായിട്ട് മലയാളത്തിലൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ സിനിമയുടെ ദൈർഘ്യം മുമ്പ് തന്നെ 1.5 മണിക്കൂറിന് 2 മണിക്കൂറിന് ഇടയിലാണ് പലപ്പോഴും വരുന്നത്. അപ്പൊ അങ്ങനെ സിനിമയുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്ന കാലത്താണ് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ ഇറങ്ങുന്നത്. എന്നാൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമകൾ വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വിജയിക്കാറുണ്ട്. നമ്മളിവിടെ വിജയിച്ച വൻ വിജയങ്ങൾ ഉണ്ടാക്കിയ പല സിനിമകളും നോക്കുകയാണെങ്കിൽ 3 മണിക്കൂറൊക്കെ ദൈർഘ്യമുണ്ട്. അടുത്തിറങ്ങിയ ലൂസിഫറും എമ്പുരാൻ, തുടരും, പഴയ പുലിമുരുകൻ തുടങ്ങി പല മെഗാ ഹിറ്റുകളും 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയുടെ ദൈർഘ്യം എന്നത് വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇങ്ങനെ ദൈർഘ്യമുള്ള സിനിമകൾ അത്രയും സമയം പ്രേക്ഷകനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളതായിരിക്കണം. 3 മിനിറ്റ് നേരം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരിശീലനം കിട്ടിയ പ്രേക്ഷകനെ 3 മണിക്കൂറോളം സ്ക്രീനിൽ നിന്നും കണ്ണടിപ്പിക്കാതെ ഇരുത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഈ സിനിമയുടെ സംവിധായകൻ പരാജയപ്പെട്ടു എന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, മലയാളിയുടെ സിനിമാ കാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൻ മാസ് സിനിമകളെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള റിയലിസ്റ്റിക് ആയ സിനിമകളുടെ കഥ പറച്ചിലിനെയാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അത് മറ്റ് ഭാഷകളെയൊക്കെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയ കഥകളുള്ള, ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന കഥകളുള്ള സിനിമകളൊക്കെ നമുക്കിവിടെ ഒരുപാട് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാഴ്ച ശീലമാണ് മലയാളി പിന്തുടരുന്നത്. പക്ഷെ അപ്പോൾ പോലും മാസ് സിനിമകളും ഇവിടെ വൻ വിജയം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ആ മാസ് സിനിമകളിൽ പോലും പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന, അവനെ ഹുക്ക് ചെയ്യുന്ന ഘടകങ്ങൾ ചേർത്ത് വെച്ചിരിക്കും. അങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള സിനിമകളിൽ അത് ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു അവതരണ രീതിയാണ്. ഇങ്ങനെ വിജയിച്ച സിനിമകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയാണ് തിരക്കഥയുടെ അല്ലെങ്കിൽ കഥ പറച്ചിലിന്റെ സുതാര്യത എന്ന് പറയുന്നത് വളരെ പ്രസക്തമാവുന്നത്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും ചിന്തിക്കാതെ അവനെ നേരെ തന്നെ കഥയിലേക്ക് കൊണ്ടുവരികയും അവനെ കൂടെ കൂട്ടുകയും ഹൈ മൊമെന്റ്സ് എല്ലാം കൊടുത്തുകൊണ്ട് അവൻ്റെ ജിജ്ഞാസ കൂട്ടുകയും ചെയ്തുകൊണ്ട് സംതൃപ്തപരമായ ഒരു ക്ലൈമാക്സോട് കൂടി സിനിമ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവെയുള്ള രീതി. തൊട്ടടുത്ത കാലത്ത് ഏറ്റവും വലിയ വിജയം വരിച്ച തുടരും. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെ പ്രതികാരമാണ്. മകനെ കൊന്ന ആളോടുള്ള അച്ഛൻ്റെ പ്രതികാരം. ആ ഒരു ത്രെഡിൽ വെച്ചുകൊണ്ടാണ് ആ കഥയെ വികസിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കഥകൾ ഒരുപാട് മലയാളി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കഥ സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവൻ്റെ ഉള്ളിലുണ്ട്. അവിടേക്കാണ് ആ കഥ കൊണ്ടുവരുന്നതും അതിനെ ഇമോഷണലി ഹുക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ അച്ഛൻ തന്നെ ആ മകൻ്റെ ശവം അറിയാതെ മറവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു കണക്ഷനൊക്കെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അത് പ്രേക്ഷകന് വളരെ ത്രില്ലിംഗ് ആയി കൊണ്ടുപോകാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എളുപ്പത്തിൽ പ്രേക്ഷകരെ മനസ്സിലാവുന്ന ഒരു സുതാര്യത സിനിമയ്ക്കുണ്ടാവണം.
പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ മിസ് ചെയ്യുന്ന ഇതെല്ലാമാണ്. അതിൻ്റെ ദൈർഘ്യം കൂടിയപ്പോഴും ആ ദൈർഘ്യത്തിനുള്ളിൽ നിന്ന് പറഞ്ഞ കഥ എന്ന് പറയുന്നത് തികച്ചും സുതാര്യമല്ല എന്നുള്ളതാണ്. പ്ലോട്ട് തിരഞ്ഞെടുത്തത് തികച്ചും മലയാളിക്ക് അധികം പരിചയമില്ലാത്ത ഒരു IT മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. മറ്റ് ഭാഷകളിലൊക്കെ ധാരാളം അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം വിദേശങ്ങളിലൊക്കെ സ്പൈവെയറും ഹാക്കിങ്ങും ഇൻ്റർനെറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ സിനിമകളായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖല വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതാണ്. പലപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ ചലച്ചിത്രകാരന്മാർ പരാജയപ്പെടാറുണ്ട്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. പാട്രിയോട്ട് എന്ന സിനിമയുടെ തീം എന്ന് പറയുന്നത് ശത്രു രാജ്യങ്ങളുടെയൊക്കെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പൈവെയർ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവരുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീ കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ടെക്നിക്കൽ ഡീറ്റെയിൽസും അതിൻ്റെ ടെക്നിക്കൽ വേർഡ്സും എല്ലാം പല ഭാഗത്തും ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത് ഈ സിനിമയെടുത്ത സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമാണെങ്കിൽ പോലും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും ഒരു കല്ലുകടിയായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല ഏതൊരു സിനിമയായാലും പ്രേക്ഷകനെ എത്രയും വേഗത്തിൽ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം. പിന്നീട് അവനെ സിനിമയുടെ കൂടെ അല്ലെങ്കിൽ കഥയുടെ കൂടെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ അതിൽ കുറേ ഹൈ മൊമെന്റ്സും മാസം എല്ലാം വെച്ചുകൊണ്ട് അവനെ കൂടുതൽ താല്പര്യത്തോട് മുന്നോട്ട് കൊണ്ടുപോവുകയും അവനെ ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അവസാനം ത്രില്ലിംഗ് ആയ ഒരു ക്ലൈമാക്സോട് കൂടി ആ സിനിമ അവസാനിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ അവിടെ തൃപ്തനാവുന്നുണ്ട്. എന്നാൽ ആ എലിമെന്റ്സ് എല്ലാം ഈ സിനിമയിലും ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രുചി വ്യത്യാസം തന്നെയാണ് ഈ സിനിമ പ്രേക്ഷകനിൽ നിന്നും അകന്നുപോയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്യാരക്ടറൈസേഷൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു ത്രില്ലറാണ്. ഒരു മികച്ച ത്രില്ലർ എന്ന് പറയുന്നത് അതിൽ ക്യാരക്ടറൈസേഷന് വളരെ പ്രാധാന്യം തന്നെയുണ്ട്. അയാളുടെ പ്രവൃത്തികളും അയാളുടെ ഇൻറ്റൻഷനും എല്ലാം തന്നെ പ്രേക്ഷകനുമായി വേണ്ട രീതിയിൽ കണക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല മറ്റ് പല കഥാപാത്രങ്ങളും തന്നെ ആ ഒരു യാന്ത്രികമായ എന്ന രീതിയിലാണ് ഇതിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരു വലിയൊരു ത്രില്ലർ ഒരുക്കുമ്പോൾ അത് എപ്പോഴും മെയിൻ കഥയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. കാരണം പ്രേക്ഷകന്റെ താല്പര്യവും ആകാംക്ഷയൊന്നും ഡൈവേർട്ട് ചെയ്യാതെ എപ്പോഴും മെയിൻ കഥയുമായി കോർത്തുകൊണ്ട് അവനെ കൂടെ കൊണ്ടു നടന്നാൽ ഓരോ സംഭവങ്ങൾക്കനുസരിച്ച് അവനിൽ ജിജ്ഞാസ ഉണർത്തുന്ന രീതിയിൽ അവനെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു ത്രില്ലർ വിജയിക്കും. പക്ഷേ ഈ സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമ ആയതുകൊണ്ടും പല താരങ്ങളും മലയാളത്തിൽ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആയതുകൊണ്ട് തന്നെ മെയിൻ കഥയുമായുള്ള ഒരു ഓർഗാനിക് കണക്ഷൻ പലപ്പോഴും നഷ്ടപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മോഹൻലാൽ എന്ന കഥാപാത്രത്തെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മോഹൻലാൽ എന്ന നടനെ മലയാളിക്ക് അറിയുന്നത് കൊണ്ടും അതിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടും നമ്മളത് വളരെ താല്പര്യപൂർവ്വം കണ്ടു നിൽക്കുമെങ്കിൽ പോലും മെയിൻ പ്ലോട്ടിൽ നിന്നും മാറിക്കൊണ്ടാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നതായാണ് പ്രേക്ഷകൻ തോന്നുക. ഇങ്ങനെയുള്ള ഒരു ത്രില്ലറിൽ ഫോക്കസ് മാറിപ്പോകുമ്പോൾ ആ കഥയ്ക്ക് സംഭവിക്കുന്ന പിരിമുറുക്കത്തിലെ അയവ് സിനിമയെ ആസ്വാദ്യകരമാകുന്നതിൽ നിന്നും പ്രേക്ഷകൻ വഴിമാറിപ്പോകും. അങ്ങനെയുള്ള കുറേ പാളിച്ചകൾ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ അഭിനയമൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിയൊക്കെ വളരെ കാമൻ ക്വയറ്റ് കൂൾ മാനായിട്ട് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വളരെ നിയന്ത്രിതമായ രീതിയിൽ എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും അഭിനയമായാലും എല്ലാം തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ വസ്തുനിഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറേ പിന്നോട്ടാക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിന് പ്രത്യേകിച്ചും ആക്ഷൻ രംഗങ്ങളിലെല്ലാം ആവശ്യപ്പെടുന്ന ചുറുചുറുക്കും സ്പീഡുമെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതായി നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ അഭിനയ മികവ് കൊണ്ട് മറികടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു ഹൈ വോൾട്ടേജ് ത്രില്ലർ പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളെല്ലാം അവനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കില്ല പലപ്പോഴും. മോഹൻലാൽ ആവട്ടെ തൻ്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റു കഥാപാത്രങ്ങളെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനുമുള്ള ഡെപ്ത് ഇല്ലായ്മ ഈ കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ കഥാപാത്രം ഇതൊരു സ്പോയിലറാണ് എങ്കിൽ പോലും പറയാം, ഈ മരണപ്പെടുന്ന രംഗമെല്ലാം മറ്റ് സിനിമകളിലൊക്കെ വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു അപൂർവമായ വളരെ ഇമോഷണലായ ഒരു രംഗം പോലും അദ്ദേഹം നല്ല രീതിയിലൊക്കെ അതിൽ അഭിനയിക്കുകയും നല്ല രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ട് പോലും പ്രേക്ഷകന് അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് കാരണം ആ കഥാപാത്രത്തിന് ഡെപ്തില്ലായ്മയും ആ കഥയുമായി അതിനൊരു ഇമോഷണൽ കണക്ടിവിറ്റി ഇല്ലാത്തതും തന്നെയാണ്. വില്ലനായിട്ട് ഇതിൽ വരുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലത്തരമെല്ലാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നീട് ആ രീതിയിലുള്ള ഒരു പ്രോഗ്രസ്, ഒരു അപ്ലിഫ്റ്റിങ് ആ കഥാപാത്രത്തിന് പിന്നീട് ആ സിനിമയിൽ സംഭവിക്കുന്നില്ല.
അദ്ദേഹം തുടക്കത്തിൽ എന്താണോ ഉള്ളത് അവിടെ നിന്ന് താഴോട്ടാണ് ആ വില്ലന്റെ ഗ്രാഫ് പോകുന്നത് അവസാനത്തേക്ക്. അതുകൊണ്ട് തന്നെ അത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ത്രില്ലറുകളെ സംബന്ധിച്ചിടത്തോളം നായകനേക്കാൾ വില്ലൻ ശക്തനാവുമ്പോൾ ആ കഥ കൂടുതൽ സംഘർഷഭരിതമാവുകയും കൂടുതൽ ആസ്വാദികരമാവുകയും ചെയ്യും. എന്നാൽ ഇവിടെ ശക്തനായ വില്ലനായി തുടങ്ങുകയും പിന്നീട് മുന്നോട്ട് പോകുന്തോറും അത് ശക്തി ക്ഷയിച്ച് അവസാനം ഒരു നിസ്സാരനായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സിനിമയിലെ വില്ലന്റെ കഥാപാത്രത്തിനുള്ളത്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിൽ അവരെല്ലാം തന്നെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒന്നും സാന്നിധ്യം പ്രേക്ഷകനെ ശ്രദ്ധിക്കപ്പെടുന്നതോ ഒന്നും തന്നെയായി മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നയൻതാരയെ പോലെയുള്ളൊക്കെ നമ്മുടെ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അവരെയൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർക്ക് പറ്റിയ ഒരു റോൾ നൽകുന്നതിൽ ഈ തിരക്കഥാകൃത്തും കൂടിയായ ഇതിൻ്റെ സംവിധായകൻ മഹേഷ് നാരായണന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണം എന്ന് പറയും. കോടികളൊക്കെ മുടക്കി ചെയ്യുന്ന ഒരു സിനിമ, ഒരു പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ സൂപ്പർ സ്റ്റാറുകളൊക്കെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ അത് വൻ പ്രതീക്ഷകളുണ്ടാവും. അവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തിരക്കഥ തന്നെയാണ്. ആ തിരക്കഥ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാവുമോ എന്ന് നമുക്ക് അതൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ അത് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുക സംവിധായകൻ തന്നെ തിരക്കഥ എഴുതുമ്പോൾ ഉണ്ടാവുന്ന അത് തിരിച്ചറിയാൻ ചിലപ്പോൾ സംവിധായകന് കഴിഞ്ഞില്ല എന്ന് വരും. നേരെ മറിച്ച് മറ്റൊരാൾ എഴുതിയ തിരക്കഥ സംവിധായകൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിലെ പാളിച്ചകളൊക്കെ കണ്ടെത്താനും അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു പരിധി വരെയൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കഴിയും. എന്തു തന്നെയായാലും കുറച്ചുകൂടി ഈ തിരക്കഥയിൽ സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ 3 മണിക്കൂർ സിനിമയെ ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂറിലേക്ക് ഒതുക്കുന്ന രീതിയിൽ ഈ തിരക്കഥയിലെ പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ കഥയെ ഒന്നും കൂടി കോമ്പാക്റ്റ് ആക്കി മാറ്റിയിരുന്നെങ്കിൽ ഒരു നല്ലൊരു ത്രില്ലർ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള 2 മണിക്കൂർ ത്രില്ലറിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം പോലും അനാവശ്യമാവുമായിരുന്നു. ഏതായാലും നമ്മുടെ ചലച്ചിത്രകാരന്മാർക്ക് കൂടുതൽ മികച്ച സിനിമകൾ, അത് വൺ ബഡ്ജറ്റ് തന്നെ ആണെന്നില്ല, ലോ ബഡ്ജറ്റ് ആയാൽ പോലും മികച്ച സിനിമകൾ ഉണ്ടാക്കി വൻ വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിനിമാ കമ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.